കുട്ടികൾ പ്രാർത്ഥിക്കേ മറിയം ബീവി എനിക്ക് കുട്ടിനെ തന്നെ കല്യാണ കാലം ശരിയാണില്ല, ഒരു കുട്ടിനെ തരണം എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കറാമത്തെ മുഴുജത്തെ താൻ ചോദിക്കാണ്ട് ആ ന്യായം തന്നെ പോയത്തമാണ്. മുഴുജത്ത് കറാമത്ത് പറഞ്ഞാൽ അങ്ങനെ യഥേഷ്ടം ഒരു മജീഷ്യന്റെ വടി പോലെ അതിങ്ങനെ കറക്കിയിട്ട് ഞാരിക്കാൻ വേണ്ടി എന്ന് വെച്ച് സഹായിക്കാൻ വേണ്ടി നടക്കുന്ന ഏർപ്പാടല്ല മുഴുജത്തും കറാമത്തും. മുഴുജത്തുകൾ എമ്പാടുമുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതും ഹദീസിൽ വന്നതുമായ ധാരാളം മുഅ്ജിസത്തുകൾ, ധാരാളം കറാമത്തുകൾ, അതൊക്കെ ലോകത്ത് ഖിയാമത്ത് വരെ എല്ലാവരും സഹായിക്കാനുള്ള സിദ്ധിയായി കൊടുത്ത ഒന്നല്ല എന്നവർ മനസ്സിലാക്കുക. അപ്പോ കേരളത്തിലെ സുന്നികളായ മുസ്ലിയാക്കന്മാരുടെ ബാക്കിൽ തുറന്ന് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ സുബിയാവട്ടെ എന്നാണ്. അപ്പൊ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളാണെങ്കിൽ അവരുടെ ബാക്കിൽ തുറന്ന നിസ്കാരം സഹിയാകോ ഇല്ല എന്നുള്ളതിന് മറുപടി പറയാൻ കഴിയില്ല. അല്ല, കുഴപ്പമില്ല. ഇനിയിപ്പല്ലോ നിസ്കാരം ഉള്ളൂ, തുറച്ച് കഴിഞ്ഞല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് ആ മസല അറിയണോ, ഒരു കുഴപ്പമില്ല. കേരളത്തിലെ സുന്നിയാളെന്നല്ല, നീ മുജാഹിദായാലും ശരി, സുന്നി മാത്രമല്ല ശിർക്ക് ആര് ചെയ്താലും ഓന്റെ വിധി ഒന്ന് തന്നെയാണ്. അത് സുന്നി മൂലയന്മാർക്ക് വേറെ വിധി, മുജാഹിദ് മൂലയന്മാർക്ക് വേറെ വിധി ഒന്നുമില്ല. ഈ പറഞ്ഞ ഞാനാണെങ്കിലും ആരാവട്ടെ, അല്ലാഹുവിന്റെ റസൂലിനോടാ പഠിച്ചോൻ പറഞ്ഞത്, നബിയെ താങ്കൾ ശിർക്ക് ചെയ്താലും താങ്കൾ അമല് പൊളിഞ്ഞു പോകും. പിന്നെന്താ സുന്നി മൂലയന്മാര്? ഏത് മൂലരും തങ്ങളും ബീവി ആരായിക്കോട്ടെ ശിർക്ക് ചെയ്താൽ അവന്റെ എല്ലാം പൊളിഞ്ഞു പോയി. പിന്നെ ഓനെ നിസ്കാരം കാണില്ല, നീ ബേക്കറിക്കലല്ല മുമ്പിൽ നിർത്താൻ പറ്റൂല. അത് തീരുമാനിക്കേണ്ടത്. ശ്രദ്ധിക്കേ പള്ളിക്കുന്ന് പഠിച്ചു വന്നിട്ട് ചോദ്യം മാത്രമാവല്ലേ. അതായത് ഓനെ പിന്നിൽ നിശ്ചയിക്കുന്നതിന് മുമ്പ് ഓനെ മുന്നിൽ നിർത്താൻ പാടില്ല. അത് നമ്മൾ ആലോചിക്കണം. കമ്മിറ്റിക്കാർക്ക് ബാധ്യതയുണ്ട്. പിന്നെ ഓരോ നാട്ടിലും പോയിട്ട് ആ മഹല്ലിലെ മുസ്ലിയാരോട് അവിടെ നിൽക്കാൻ പറ്റുന്നോ പറ്റൂല എന്ന് പറയേണ്ട ബാധ്യത മൗമൂമികൾക്കില്ല. നേരെ മറിച്ച് അവിടുത്തെ കമ്മിറ്റിക്ക് ഒരു ബാധ്യത ഉണ്ട്. ആ പള്ളിക്ക് ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, തൗഹീദുള്ള, സുന്നത്തുള്ള ഇമാമെ നിശ്ചയിക്കേണ്ട ബാധ്യത കമ്മിറ്റിക്കാർക്കുണ്ട്. കമ്മിറ്റിക്കാർ അങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ സാധാരണക്കാരനും അവിടെ പോയിട്ട് അയാളെ വിചാരണ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. അവരെ സംബന്ധിച്ച് പ്രത്യക്ഷപ്രകാരം വിധിക്കാം. അല്ല, പച്ചയായി ശിർക്ക് ചെയ്യുന്നത് കാണുകയാണ് എങ്കിൽ അയാളെ പിന്നെ നിസ്കരിക്കാൻ പറ്റൂല. ഇപ്പൊ കാന്തപുരത്തിനെ പോലെ, പേരോടനെ പോലുള്ള ആ വക ശിർക്കിന് വേണ്ടി മത്സരിച്ചടക്കുന്ന ചങ്ങായിമാരുണ്ടല്ലോ, ഓലെ പിന്നിൽ എന്തായാലും നിസ്കരിക്കാൻ പറ്റൂല, ഒരു സംശയമില്ല. അതിന് എന്ത് ആയാലും വേണ്ടി എങ്ങനെയും വേണ്ടില്ല. ആ വക രീതികൾ എന്തായിരുന്നാലും പാടില്ല. അസ്സലാമു അലൈക്കും. എന്റെ പേര് സുനീർ പൂക്കിപ്പറമ്പ്. ഞാൻ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഫൈസൽ മുസ്ലിയാർ കുറെ നേരമായല്ലോ. ഇപ്പോ ഇവിടെ ഞാൻ വരാൻ ഉദ്ദേശിച്ചല്ല, ചിലരൊക്കെ വാട്സപ്പിലൂടെ നിർബന്ധിച്ച് വരണം എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതുകൊണ്ട് ഫദുല്ല കുമരിയോടാണ് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇവിടെ ഇപ്പൊ ജിന്ന് എന്ന് കേൾക്കണേന് നിങ്ങൾക്ക് ചില ബേജാറൊക്കെ. ഇവിടെ ജിന്ന് മുജാഹിദുകൾക്കൊക്കെ ഇവിടെ ജിന്ന് കൂടിയിക്കണോ, യൂണിറ്റ് തോറും ജിന്ന് കേന്ദ്രം തുടങ്ങണം, ജിന്നിറക്കാൻ CD പ്ലെയർ, തിരൂര് നിച്ചിന്റെ ഓഫീസിൽ വരെ ജിന്നിറക്കല്, ഇങ്ങനെ പലതും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ ജിന്ന് എന്ന് കേൾക്കണേ, ജിന്ന് പറയാൻ പാടില്ല, ജിന്ന് പറയണോലെ അത് മുമ്പ് പറഞ്ഞെന്ന് ഫ്ലാഷ് ബാക്ക് കാണിച്ചു കൊടുക്കുമ്പോഴേക്ക് ബേജാറ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഏതായാലും എനിക്ക് ചോദിക്കാനല്ല, ഇപ്പോ ജിന്നിറക്കൽ കേന്ദ്രം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ കേന്ദ്രം യൂണിറ്റ് തോറും കേന്ദ്രം വേണമെന്ന് ഹദീസ് സെമിനാറിൽ ഒരു പ്രമുഖൻ പ്രസംഗിച്ചു. ഇപ്പൊ കേന്ദ്രം വേണം, ജിന്നിറക്കാൻ ഞാൻ ആളെ വിടുന്നുണ്ട് എന്ന് പറഞ്ഞ സക്കരിയ സൊലായിക്കെതിരെ CP സലീം കേസ് കൊടുത്തു എന്നാണ് പറഞ്ഞത്, കണ്ണൂർ ജില്ലയിൽ. എന്റെ ചോദ്യം, ഇപ്പോ ഈ വേദിയിലിരിക്കുന്ന ഫദലുക്കും ഹക്ക് ഉമ്മരി അടക്കം ജമിയത്തിലുള്ള കൊടുത്ത ഒരു കത്തുണ്ട്. ഈ കത്തില് പ്രധാനമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ പറയാൻ ഞാൻ കുറച്ചു കാര്യം സംസാരിക്കാൻ വിചാരിച്ചിരുന്നു. ഞാൻ പെർമിഷൻ ചോദിച്ചു, 3 ചോദ്യം ചോദിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഏതായാലും ഫദലുക്കും ഉമ്മരി അടക്കം കൊടുത്ത കത്തിലുണ്ട്, അടിക്കൽ എന്ന് പറയുന്നത് ജിന്ന് ചികിത്സയുടെ ഭാഗമാണ്, ജിന്നിറക്കലിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, ചങ്കിൽ ചവിട്ടാൻ വരെ ഹദീസ്, ഇനിയും വേണോ തെളിവ് എന്ന് ചോദിച്ചിട്ട് ചങ്കിൽ ചവിട്ടാൻ വരെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞ അബൂബക്കർ സലഫി അടക്കം ഇന്ന് വിശുദ്ധ ഗ്രൂപ്പിലാണ്. ഇന്ന് പാണ്ടിക്കാട്ട് മന്ത്രവാദി പറയുന്നത്, ഇന്ന് ഞങ്ങൾക്ക് ചികിത്സ ഇറക്കണമെങ്കിൽ, ചികിത്സക്ക് ആളെ കിട്ടണമെങ്കിൽ വിസ്ഡം ഗ്രൂപ്പിൽ നിന്ന് കരാറിന് ആളെടുക്കേണ്ട ഗതികേടാണ്. കാരണം ജമാൽ ചെറുവാടി ഈ പറഞ്ഞ സുജായിമാര് മുഴുവൻ ഇപ്പുറത്താണ്. അപ്പൊ അന്ന് പറഞ്ഞ ഈ ചവിട്ടിറക്കലും അടിച്ചിറക്കൽ എന്നുള്ള വാദം, അതിലൊക്കെ ഒപ്പിട്ട് കൊടുത്ത് ജമിയത്ത് പണ്ഡിത സഭക്ക് ഒപ്പിട്ട് കൊടുത്തതാണ്. ആ വാദത്തിൽ തന്നെയാണോ ഫദുല്ല കുമ്മരി ഉള്ളത്, അതോ അടിച്ചിറക്കൽ പറ്റില്ല എന്നുള്ള വാദത്തിലാണോ ഇപ്പോ ഉള്ളത്? 2 ചോദ്യം കൂടി ഉണ്ട്. അതിന് അവസരം തരാന്ന് ഇവിടുത്തെ സംഘാടകർ പറഞ്ഞു. 3 പോലെ തന്നിട്ടുണ്ടെങ്കിൽ 1 ഞാനും തരാം, 4 സുനീർ അങ്ങനെ ബേജാറാകണ്ട. അപ്പൊ ഇപ്പോ ജിന്ന് ഇറക്കാൻ ഇവിടുന്ന് ആളെ വാടക വേണ്ട, ഇവിടുന്ന് എടുക്കേണ്ട ആവശ്യമില്ല, ആളെ അവിടെ ഉണ്ട്. ഞാൻ ചൂണ്ടിക്കാണിച്ചാൽ ഇവിടുന്ന് ആളെ വാടക കൊണ്ടുള്ള ആവശ്യമില്ല. സുനീറിന് അങ്ങനെ ജിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ, ഇറക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ആളെ വാടക കൊണ്ടുള്ള ഗതികെടുപ്പില്ല. അതിന് ഏറ്റവും നല്ല യോഗ്യരായ എമ്പാടും മനുഷ്യന്മാർ അപ്പുറത്തുണ്ട്. ഒന്ന് സാക്ഷാൽ അബ്ദുറഹ്മാൻ സലഫി ഇറക്കിയ ആളാണ്, മൂപ്പഴുതും ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഈ തെളിവ് സഹിതമാണ് ഇവിടെ പറഞ്ഞത്. 2 അബ്ദുസലാം മോങ്ങം മൂപ്പര ആളെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇറക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തിട്ടുണ്ട്. 3 ഇസ്ഹാഖ് അലി കണ്ടി
അയാളും അതേപോലെ ഇറക്കാൻ വിധേയമായ ആളാണ്. അപ്പൊ ഇവിടുന്ന് വാടക കേൾക്കണ്ട. സുനീറിന് അങ്ങനെ ജിന്ന് കയറിയ പ്രശ്നം എപ്പോഴും വരികയാണെങ്കിൽ എന്നെയോ ഫضലിനൊക്കെ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ അതിനുള്ള ഏർപ്പാട് അവരിലൂടെ ചെയ്തു തരാം. ഓരോ അതിൽ ഏറ്റവും സ്പെഷ്യലിസ്റ്റ് ആയ എല്ലാ നിലക്കും പരിചയമുള്ള മനുഷ്യന്മാരാണ് അവരൊക്കെ. പിന്നെ ഈ ചങ്ക് ചവിട്ടാൻ മറ്റൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ പറയാൻ കുറച്ച് രസമാണ്, ഈ വക ശൈലി പറയാൻ കുറച്ച് രസമാണ്. പക്ഷെ ആ ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം പരിഹാസമാകുമ്പോൾ അത് കുറച്ച് ഗൗരവമാണ്. ആ ഹദീസിന് ഒരുപാട് വേദികൾ അങ്ങനെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇന്ന് വരെ ആ ഹദീസിന് ശരിയായ വിശദീകരണം എന്താണ് എന്ന് പറയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരാൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഹദീസ് എന്താ ശരിയായ വിശദീകരണം, ഹദീസ് സ്വഹീഹാണല്ലോ, തർക്കമില്ല. ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ എന്താണ് വിശദീകരണം നൽകിയത് എന്ന് ശരിയായ വിശദീകരണം, ഞങ്ങളൊക്കെ പറഞ്ഞ വിശദീകരണം തെറ്റാണെങ്കിൽ ശരിയായ വിശദീകരണം എന്ത് എന്ന് പറയാൻ ബാധ്യതയുണ്ടല്ലോ. അത് തയ്യാറായിട്ടുമില്ല. ജിന്ന് ഏതായാലും മനുഷ്യത്തിൽ കയറും എന്ന കാര്യം ഉറപ്പാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്. ജിന്നുബാധയുണ്ട്. വിശുദ്ധ ഖുർആനിൽ പലിശ ഭക്ഷിക്കുന്ന ആളുകളെ പറ്റി പറഞ്ഞപ്പോൾ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, അവർ പരലോകത്ത് എഴുന്നേറ്റ് നിൽക്കുക പിശാചുബാധ മൂലം മറിഞ്ഞു വീഴുന്നവർ എഴുന്നേൽക്കും പോലെയാണ്. അപ്പൊ പിശാചുബാധയുണ്ട് എന്നും പിശാചുബാധ മൂലം മറിഞ്ഞു വീഴുമെന്നും വിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു. ഹദീസിൽ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇനി അങ്ങനെ പിശാച് കയറിയാൽ എന്താ ചെയ്യാനത്, ഓടന്നോട്ടെ എന്ന് വെച്ച് കൊണ്ടെടുക്കാൻ പറ്റുമോ? അങ്ങനെ നടന്നതാണ് ചില മനുഷ്യന്മാർക്ക് പറ്റിയത്. അത് ഇറക്കേണ്ടത് തന്നെയാണ്. അത് ഇറക്കാൻ അള്ളാഹു റസൂലും പഠിപ്പിച്ച വഴികളുണ്ട്. അതിനെ അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ചങ്ങ ചവിട്ടേണ്ട ആവശ്യമില്ല, ആ വക മന്ത്രവാദങ്ങൾ ആവശ്യമില്ല, തങ്ങന്മാരും ബീവിമാരും ഖോജമാരും ശൈഖന്മാരും ഒന്നും ആവശ്യമില്ല, മൗലിമാരും ആവശ്യമില്ല, ആരും ആവശ്യമില്ല. അതിന് അള്ളാഹു റസൂലും പഠിപ്പിച്ച മന്ത്രങ്ങൾ അതാ റുഖിയ ശർഇയ്യ, ശർഇയ്യായ മന്ത്രങ്ങൾ, ശർഇയ്യായ മന്ത്രങ്ങൾ, റുഖിയ ശർഇയ്യ. വിശുദ്ധ ഖുർആനിൽ വന്ന ഹദീസുകളിൽ വന്ന സ്വഹീഹായി പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ വഴി ആ വക രീതികളിൽ നിന്ന് പ്രതിവിധി നേടാൻ കഴിയും. ഫലഖ്, നാസ്, ഇഖ്ലാസ് പോലുള്ള സൂറത്തുകൾ, ആയത്തുൽ കുർസി, ആമന റസൂലു, ഫാത്തിഹ പോലുള്ള അധ്യായങ്ങളും വചനങ്ങളും അതൊക്കെ അതിന് പ്രതിവിധിയാണ്. ഹദീസിൽ വന്ന ഒരുപാട് പ്രാർത്ഥനകൾ അതിനുള്ള പ്രതിവിധിയാണ്. എന്നാൽ അതിന്റെ പേരിൽ പിൽക്കാലത്ത് ചില പണ്ഡിതന്മാർ പലതരത്തിലുള്ള അനുഭവങ്ങളുടെ സ്ഥാനത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അവ പ്രമാണബദ്ധമല്ലാത്തത്തോളം സ്വീകരിക്കേണ്ട ബാധ്യത നമുക്കില്ല. എന്നാൽ ആ പറഞ്ഞ ആളുകൾക്ക് മോശക്കാരാണ് എന്നോ ഓലൊക്കെ ജിന്നൂരിയാണ് എന്നോ പറയാൻ ഞങ്ങൾക്ക് ഏതായാലും ധൈര്യമില്ല. എന്നാൽ അത് പ്രമാണബദ്ധമല്ല, പ്രമാണങ്ങൾ സ്ഥിരപ്പെട്ടതല്ല, അതുകൊണ്ട് ആ രീതി നമുക്ക് സ്വീകരിക്കാവുന്നതുമല്ല. അതേസമയം ജിന്നുബാധയെ തന്നെ പരിഹസിക്കുകയും അങ്ങനെ ജിന്നുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും കളിയാക്കുകയും ചെയ്യുന്ന ആ രീതി അത് ശരിയല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അത് ശരിയല്ല. ആ ഖുർആനിൽ സ്ഥിരപ്പെട്ട ഹദീസിൽ വന്ന ആ യാഥാർത്ഥ്യത്തെ പരിഹസിക്കുന്ന, അതിനെ കളിയാക്കുന്ന, എന്നിട്ട് അതിനെ നാടുകൾ നടന്ന് അതിന് വളരെ മോശമായ അവസ്ഥ കൊണ്ടുപോകുന്ന ശൈലി അത് ശരിയല്ല. എന്നാൽ അതിന്റെ പേരിൽ നാട്ടിൽ ധാരാളം അന്ധവിശ്വാസവും ശിർക്കും നടക്കുന്നുണ്ട്. തങ്ങന്മാര്, ബീവിമാരും, മുസ്ലിയാക്കന്മാര്, ഹോജാക്കന്മാര് അങ്ങനെ തുടങ്ങി പലരെയും ചെന്ന് കണ്ട് ശിർക്കായ വഴികളിലൂടെ മോചനം തേടുന്ന മനുഷ്യന്മാരുണ്ട്. അതും ശരിയല്ല. ശിർക്കിന്റെ ആ വഴിയും ശരിയല്ല. പരിഹാസിക്കുന്ന, നിഷേധിക്കുന്ന, നിരാകരിക്കുന്ന നിഷേധഭാവവും ശരിയല്ല. രണ്ടിനെയും ഇടക്കുള്ള മധ്യമ നിലപാട് അതാണ് ശരിയായത് എന്ന സൂചിപ്പിക്കാള്. ഇനി ഉമരിക്ക് കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ, ചോദ്യം ഇപ്പോഴാണല്ലോ, അതുകൊണ്ട് ഉമരിക്ക് പോലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കും. ചോദ്യകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടത് ആര് മറുപടി പറയണം എന്ന് ഇവിടുന്ന് തീരുമാനിക്കാൻ സ്വാതന്ത്ര്യം തരിക. അതാണ് ഒരു മര്യാദ. ചോദ്യങ്ങൾക്ക് ആർക്കും ചോദിക്കാം, പക്ഷെ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിൽ ഞങ്ങൾക്ക് വകച്ചേരുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ഏതായാലും ഉമരിക്ക് ചേർക്കാനുണ്ടെങ്കിൽ അദ്ദേഹം ചേർക്കും, ഇല്ലെങ്കിൽ സുനീറിന് അടുത്ത് ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജിന്ന് ചികിത്സയിലെ ഈ അടിയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതിലിപ്പോ ഞാൻ ഒപ്പിട്ടു എന്നുള്ളതാണ് ഇപ്പൊ എന്റെ പേരിൽ നിങ്ങൾ കേസ് ചാർജ് ചെയ്യാനുള്ള കാരണം. ആ ചോദ്യങ്ങൾ ഞങ്ങൾ ജമിഅത്തുൽ കൊടുക്കുന്നതിന് മുമ്പേ ഞാനൊരു ബുക്ക് ആ വിഷയത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലും ഈ അടിയുമായി ബന്ധപ്പെട്ട ചർച്ച അവിടെ എഴുതിയിട്ടുണ്ട്. ഈ അടി എന്നുള്ളത് ഇപ്പോ നമ്മളെ കുട്ടി പറഞ്ഞാൽ കേൾക്കണ്ടേ, നിങ്ങൾ ആദ്യം അടിക്കാലോ ചെയ്യാം. ഇതൊരു ചികിത്സയാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ആദ്യം അടിച്ചോളന്നില്ല. ആവശ്യം ആ കുട്ടി നിങ്ങളെ തിരിഞ്ഞ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ തിരിഞ്ഞ് അടിച്ചൊന്നും വരും. അപ്പോ അടി എന്നുള്ളത് ഒരു ആവശ്യഘട്ടത്തിൽ ആവശ്യമായി വരുമ്പോൾ അത് നിർവഹിക്കും. അത്ര വിഷയത്തിലുള്ളൂ. ഒന്ന്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു, ഞാൻ അതിന് പ്രത്യേകം ഞാൻ എഴുതിയ പുസ്തകത്തിൽ കാര്യം സൂചിപ്പിച്ചിരുന്നു. അടി എന്നുള്ളത് ഒരു ചികിത്സയുടെ ഭാഗമായി നിർബന്ധമായി ചെയ്യേണ്ട കാര്യമല്ല. അത് നമ്മൾ ചെയ്യണം എന്നും ഇല്ല. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജിന്നുബാധ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് സാധിക്കൂ വഹയിന്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് തന്നെ അടി എന്ന് പറയുന്നത് അവിടെ അനിവാര്യമായ ഒരു ഘടകം അല്ല. ഒന്ന്.
രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയുടെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് അടിച്ചു അല്ലെങ്കിൽ കുട്ടി എന്ന് പറയുന്നുണ്ട്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ചില പണ്ഡിതന്മാർ അതിനെ അടിക്കാം എന്നും പറഞ്ഞത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയിന്റെ അടിസ്ഥാനത്തിൽ അത് പിശാച് ആ സന്ദർഭത്തിൽ ഇന്ന ഭാഗത്താണ് എന്ന് അറിയാമെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്നും നിലക്കും അടിയെ പൊതുവെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് ആരും പറയുന്നില്ല. എന്നാൽ വിഷയം പഠിപ്പിക്കുന്നിടത്ത് ചികിത്സയുടെ ഭാഗമായിട്ട് ഇങ്ങനെയും ഉണ്ട് എന്നുള്ള സൂചനക്ക്, കാരണം അത് മാത്രം എഴുതാതെ ബാക്കിയുള്ള വിഷയങ്ങൾ എഴുതി അത് വിട്ടുപോയാൽ അതും പിന്നെ ഒരു പരാതിയായി പിൽക്കാലത്ത് ആളുകൾ ചോദിക്കും, ആ ഹദീസിൽ അത് ഉണ്ടായിട്ടെങ്കിൽ എന്തുകൊണ്ട് എഴുതിയില്ല. അപ്പൊ അതുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അതും കൂടി എഴുതിയെന്ന് മാത്രം. അതേ വിഷയം നമ്മൾ ജമിയത്തുൽ കൊടുത്ത പ്രബന്ധത്തിലും എഴുതി. അവിടെ ചങ്കി ചവിട്ടുക എന്നുള്ളതല്ല, അതൊക്കെ പരിഹാസത്തിന്റെ നിങ്ങളുടെ രൂപങ്ങളാണ്. കാരണം ഹദീസുകൾ വരുന്ന വിഷയങ്ങളെ അത് ഫൈസൽ മൗലവി പറഞ്ഞ പോലെ ഉൾക്കൊള്ളേണ്ടുന്ന രൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ അതിനെ നിഷേധിക്കണം എന്നുള്ള ചിന്താഗതിയോടുകൂടി നടക്കുമ്പോൾ പിന്നെ ആ പരാമർശങ്ങൾ അങ്ങനെയല്ലല്ലോ പറയാം. കുറച്ചൊക്കെ അവനവന്റെ ഇഷ്ടം പോലെ വ്യാഖ്യാനിച്ചിട്ടാണ് പറയാ. ചങ്കിൽ കാല് വെക്കുക എന്നുള്ള പദപ്രയോഗം അവിടെ ചവിട്ടലും കാല് വെക്കലും വ്യത്യാസം ഉണ്ടല്ലോ. ഒരാളെ ഞാൻ പോയി ചവിട്ടി എന്ന് പറഞ്ഞതും ഞാൻ പോയിട്ട് കാല് വെച്ചു എന്ന് പറയുന്നതും ഇപ്പൊ രണ്ടും കാലല്ലേന്ന് ന്യായീകരിച്ചു എന്ന് വരും. പക്ഷെ ഓരോന്നിനെയും പ്രവർത്തന രീതികളിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ അബ്ദുസ്സലാം സുല്ലമി പിന്നെ അദ്ദേഹം നിഷേധിക്കുന്ന ഹദീസുകളെ കുറിച്ച് പറയുമ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തുണി കുപ്പായില്ലാണ്ട് അങ്ങാടി കൂടെ ആൾക്കാരെ മുമ്പ് കൂടെ ഓടി എന്ന് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഹദീസ് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവം ഹദീസിൽ വരുന്നില്ല. വേറെ ചില പരാമർശങ്ങളാണ്. അപ്പൊ പരാമർശങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്തിടത്തും ഉപയോഗിച്ചിടത്തുമാണ് പ്രശ്നങ്ങൾ ഉള്ളത്. ഞങ്ങൾ വസ്തുതാപരമായി പ്രമാണങ്ങൾ ഉള്ളതുപോലെ എഴുതി എന്നു മാത്രം. അസ്സലാമു അലൈക്കും. ഏതായാലും ആ ഹദീസ് ചങ്കിൽ ചവിട്ടുക എന്ന് പറയുന്ന ഹദീസ് അത് ഇന്നലെ നിന്നല്ല, ഞങ്ങൾ ISM-കാരെ പ്രവർത്തകരെ വിളിച്ചു വരുത്തി അബൂബക്കർ സലഫി പ്രത്യേകം ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അത് വിശദീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. വിശദീകരിക്കാൻ ആർക്കും കഴിയാവുന്ന ഒരു ഹദീസാണ്. അത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യവുമല്ല. അത് വിശദീകരിച്ചിട്ടില്ല എന്ന് ഫൈസൽ മുസ്ലിയാർ പറയുന്നത് ഏത് കുട്ടിക്കും ഒരു KNM പ്രവർത്തകർ വിശദീകരിക്കാൻ കഴിയുന്നതാണ്. ഇവിടെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇവിടെ ഞാൻ പറഞ്ഞു, നിങ്ങള് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞ ഫദൽ അക്കുംബരി പറഞ്ഞതിൽ എനിക്ക് വിയോജിപ്പ് പലതുണ്ട്. ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകളും മന്ത്രങ്ങളും കൊണ്ട് ചികിത്സിക്കുന്നതാണ് ശരി എന്ന് പറഞ്ഞു. അതിനിവിടെ മുജാഹിദുകളോ KNM-കാരോ ആരും എതിർക്കുന്നില്ല. ആ വിഷയത്തിൽ ഇവിടെ തർക്കവുമില്ല. എന്നാൽ ഇന്ന് എനിക്കറിയാവുന്ന പലരും തന്നെ ചില അസറുകളും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും മറ്റും പണ്ട് പള്ളി ഈ മുസ്ലിയാക്കന്മാർ എഴുതി കൊടുക്കുന്ന പോലെ ഗർഭിണിക്ക് ഖുർആൻ എഴുതി കലക്കി കൊടുക്കാമെന്ന് വരെ പറയുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ആളുകളെ പറയുന്നില്ല, അതിന് ശരിയും തെറ്റും നിങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. ഞാൻ പറയാം. അടുത്ത ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സക്കരിയ സ്വലാഹി ഒരു പ്രസംഗത്തിൽ പറഞ്ഞു നാരിയത്ത് സ്വലാത്തിന്റെ വിഷയത്തിൽ പറഞ്ഞോളാം. എന്റെ സഹോദരൻ സുഹൃത്ത് സ്വാബിർ എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഈ അബ്ദുറഹ്മാൻ ആജിയുടെ മകൻ, പേര് പറയണമെന്ന് പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തുമായി ഞാൻ വാട്സപ്പ് ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ ഹദീസ് വന്നപ്പോ ഇബ്നുൽ ഖയ്യിം പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാനത് നിഷേധിച്ചപ്പോ അദ്ദേഹം ഒരു അസറിട്ടുകൊണ്ട്, അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല, അസറിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനത് അംഗീകരിക്കുന്നു, എനിക്കത് സ്വഹിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, അതുകൊണ്ട് ചെയ്യാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് പറഞ്ഞത്. എന്റെ ചോദ്യം വേറെ ചോദിച്ചു. ഇബ്നു ഖയ്യിം പറഞ്ഞു എന്നുള്ളത് ശരിയാണത്. ഇബ്നു ഖയ്യിം പറഞ്ഞു എന്നത് ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ പ്രമാണങ്ങൾ സ്ഥിരപ്പെടാത്ത കാലത്തോളം നമുക്കത് മാതൃകയാക്കാൻ വകുപ്പില്ല. അതാണ് വിഷയം. ഇബ്നു അബ്ബാസ് ചെയ്തു എന്ന് ഇബ്നുൽ ഖയ്യിം പറഞ്ഞു. ശരി, ഓക്കെ, അതാ കിട്ടേണ്ട, അത്രേ ഉള്ളൂ. അതുണ്ട് നമ്മളിങ്ങനെ പറയുമ്പോ എന്താ അറിയാം, ഇതിങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞ് നെയില് കാണിച്ച് വെളിയൊക്കെ എളുപ്പമുണ്ട്. നേരെ മറിച്ച് എഴുതി കൊടുക്കുന്നത് നിങ്ങൾ പറഞ്ഞതിന് കേട്ടോ എന്താ മനസ്സിലാക്കുക, ഇവിടെ പിന്നാലെ എഴുതി കൊടുക്കേണ്ടത് മനസ്സിലാക്കുക. നിങ്ങൾ ആ പരാമർശം കേൾക്കുമ്പോ കേൾക്കണം മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്കൊക്കെ പണിപ്പന്ത വൈകുന്നേരം പോയാൽ പിന്നാലെ എഴുതുക, അതിങ്ങനെ കൊടുക്കുക. അപ്പൊ പരി അഞ്ചിട്ട് പിന്നാലെ കൊണ്ട് പാത്തച്ചിട്ടുണ്ടാവും മറ്റോ അയൽവാസി മറ്റൊക്കെ, അതിങ്ങനെ എഴുതി കൊടുക്കാൻ വൈകുന്നേരം പോയിട്ട് വേണം ബാക്കി പണിയെടുക്കാൻ എന്ന രൂപത്തിലാണ് അവതരണങ്ങൾ. നേരെ മറിച്ച് പണ്ട് ലോകത്ത് ചർച്ചകളുണ്ട്. അത് നേരത്തെ പറഞ്ഞത് ഇബ്നു ഖയ്യിം, ഇബ്നു തൈമിയ്യ അടക്കമുള്ള പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ ചർച്ചകളുണ്ട്. അത് ആർക്ക് തർക്കമുള്ളത്, ആരും നിഷേധിക്കുന്നുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റും. നമ്മളില്ലാതോട് ഇല്ലാതാവും, നമ്മളൊക്കെ കൂടി ഇല്ലാന്ന് പറഞ്ഞു, അതുകൊണ്ട് ആ കിതാബിൽ ഇല്ലാതാവും. അപ്പൊ അത് കിതാബുകളുണ്ട്, ചർച്ചകളുണ്ട്. പക്ഷേ ആ വിഷയത്തിൽ നബിയിൽ നിന്ന് വന്ന പ്രമാണങ്ങളിൽ നമുക്ക് തെളിവില്ല. പിന്നെ ഇത് ഞങ്ങളാരും എതിർക്കണില്ല, പരിഹസിക്കണില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പരിഹാസങ്ങൾ തന്നെയാണല്ലോ ഈ രൂപത്തിൽ പുറത്തേക്ക് വരുന്നത്. ആ പരിഹാസങ്ങളാണല്ലോ റുഖിയ ശറഇയെ പരിഹസിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ശൈലി ഒഴിവാക്കുക. ചോദ്യം ചോദിച്ചോളി.
റുക്കിയ ഷെറിയെ ഞാൻ എന്തെങ്കിലും പഠിപ്പിച്ച ഏതെങ്കിലും മന്ത്രങ്ങൾ അവർ കളിയാക്കും, അത് പറയുന്നത് ശരിയല്ല. കളിയാക്കിയിട്ടുണ്ട്. കുഴച്ച സംഭവത്തില് നാസസുല്ലമി ആയത്തെ കുറിച്ച് കളിയാക്കി. നിങ്ങൾ എണ്ണത്ത് പിടിക്കാൻ പറ്റിയ ആളാണ്. നാസസുല്ലമി കോഴിച്ചന സംവാദത്തിലാണ് ആയത്തുൽ കുർസിനെ പരിഹസിച്ചത്. നിങ്ങൾ ശൈത്താനെയും പേടിച്ച് ആയത്തുൽ കുർസി ഓതിങ്ങനെ നടന്നോളി എന്ന് പറഞ്ഞ ആയത്തുൽ കുർസിനെ പരിഹസിച്ചത് ആ സംവാദത്തിലാണ്. അത് എവിടെ കിട്ടി? അത് നമ്മൾ നോക്കേണ്ടത്. നിങ്ങൾ ചെയ്തതല്ല, നേരെ മറിച്ച് നിങ്ങൾ നടത്തുമെന്ന KNM ആരും അങ്ങനെ പറയണില്ല, ആരും അങ്ങനെ നിഷേധിക്കുന്നുണ്ട്, സിഹിർ നിഷേധിക്കുന്നുണ്ട്, ജിന്നുബാധ നിഷേധിക്കുന്നുണ്ട്, ഈ നിലക്ക് സ്ഥിരപ്പെട്ട പലതിനെ നിഷേധിക്കുന്നുണ്ട്. ഇല്ലേ? സഹീഹ് ബുഖാരി അടക്കം പരിഹസിച്ചില്ലേ? ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെ, ഉത്തരവാദപ്പെട്ട മനുഷ്യന്മാർ തന്നെ സഹീഹ് ബുഖാരി നല്ല ബുഖാരിന്റെ വാപ്പറഞ്ഞാലും സ്വീകരിക്കൂല എന്ന് പറഞ്ഞ മനുഷ്യന്മാർ ഇപ്പോഴും അകത്തുണ്ടല്ലോ. അതേപോലെ സിഹിറിന്റെ ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ ആയത്തിനെ പകുതി മുറിച്ചിട്ട് ബാക്കി ഓതിയിട്ടാണല്ലോ KV അബ്ദുൽ ലത്തീഫ് മൗലവി അതിനെ പരിഹസിച്ചത്. ഇല്ലാന്ന് പറയാൻ പറ്റും. അത് കേട്ടോളി, കേൾപ്പിക്കുന്നത് എങ്ങനെയൊക്കെ കേൾക്കുള്ളൂ. KV പറയട്ടെ, ആയത്ത് പകുതി മുറിച്ച് സിഹിറിനെ പരിഹസിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പരിഹാസം. അതുപോലെ സിഹിർ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാൻ കഴിയൂല. ഇത് ഖുർആന്റെ നസ്സാ. അങ്ങനൊക്കെ സാധിക്കുമായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സിഹിറോണ്ടൊക്കെ ആളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയാ. ഞാനിപ്പോ കല്ലിക്കടിയിലേക്ക് വന്ന ഇവര് നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സിഹിർ വെച്ചാ പോരാ. കടവത്തൂര് ജംഗ്ഷനിൽ എന്റെ വണ്ടി ഇങ്ങോട്ട് തിരിയോ, നദി പോകും തലശ്ശേരിക്ക് തന്നെ. പരിഹസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നമ്മൾ ന്യായം കണ്ടെത്തണം. സിഹിർ കൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. ഖുർആനിലെ നസ്സാണ്. എന്താ ബാക്കി? ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. അപ്പൊ അനുമതി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും എന്നർത്ഥം. അപ്പൊ ഇതാണ് ഇടയ്ക്ക് വെച്ചത് മുറിച്ചിട്ട് സിഹിറിനെ പരിഹസിക്കുന്നുണ്ട്. ഇപ്പൊ പറയാ ഞങ്ങളാരും പരിഹസിക്കുന്നില്ല. അതുകൊണ്ട് ആ ശൈലി ശരിയല്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആ പരിഹാസത്തിലേക്ക് പോയിട്ടുണ്ട്. ഹദീസിനോട് പുച്ഛഭാവം വന്നിട്ടുണ്ട്. ഇതിൽ പോലും ഈ സുവനീറിന് പോലും എഴുതി എന്താ? വൈകുന്നേരമായാൽ ജിന്നുകളുടെ വരവായി എന്നൊരു മൗലവി തട്ടിവിട്ടു. അത് ഏതാ മൗലവി എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത്, മഗ്‌രിബിന്റെ സമയമായാൽ കുഫു സിബിയാനക്കും, നിങ്ങൾ കുട്ടികളെ നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കണം. ഫൈനദിൽ ജിന്നി ഖത്ഫാ, പിശാചിന് ജിന്നുകൾക്ക് ഒരു റാഞ്ചലുണ്ട് ആ സമയത്ത്. ഹദീസിൽ വന്നതാണ്. എന്നിട്ടാണ് പറഞ്ഞത് ഒരു മൗലവി തട്ടിവിട്ടു ഈ സുവനീറിന്. അപ്പൊ ഇതൊക്കെ വെറുതെ ഉണ്ടായതല്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്ന നയത്തിൽ നിന്ന് വിരുദ്ധമായി പോയപ്പോൾ ഉണ്ടായി വന്ന അപകടങ്ങളാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അപ്പൊ ഏതായാലും ഇനി പിന്നാലെ ഞങ്ങൾക്ക് വരില്ല, അവിടെ എഴുതി കൊടുക്കണില്ല, ആ ഏർപ്പാട് ഇവിടെ ഇല്ല. ആയിക്കോട്ടെ, ബേജാറാണ്ട് ചോദിച്ചോളി. ഇപ്പോ ഞാൻ ഫൈസൽ മുസ്ലിയാരോട് സക്കരിയ സുലാഹി ഒരു കാര്യം പറഞ്ഞു. നിങ്ങളെ നാരിയത്ത് സ്വലാത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയം, അതില് ഷിർക്കുണ്ട് ഷിർക്കില്ല എന്ന തർക്കം വന്നപ്പോ ലബ്ബ പറഞ്ഞു, അത് സക്കരിയ ന്യായീകരിച്ചു, രണ്ടാളെ ഫൈസൽ ന്യായീകരിച്ചു. പിന്നീട് ഫൈസൽ സക്കരിയ സുലാഹി പറഞ്ഞതാണ്, സക്കരിയ സുലാഹി പറഞ്ഞു അതിൽ മധു ഉദ്ദേശിച്ചാൽ കൂലി പ്രതിഫലം കിട്ടുന്നവരെ പറഞ്ഞ ആളാണ് മുസ്ലിയാര്. അദ്ദേഹം ഇപ്പോ സംഘടനാ നേതാക്കന്മാർക്ക് വേണ്ടി തിരുത്തി പറഞ്ഞു, ഇപ്പോ ഷിർക്കാണ്, അതിന്റെ വരികളിൽ തന്നെ ഷിർക്കുണ്ട് എന്ന് മുസ്ലിയാർ പറയല് തുടങ്ങി. ഇത് സക്കരിയ സുലാഹി കളവ് പറഞ്ഞതാണോ അതോ നിങ്ങളുടെ വാദം മാറിയതാണോ എന്നറിയാൻ താല്പര്യം. ഞാൻ മനസ്സിലാക്കുന്നത് സുനീറാണ് കളവ് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മദഹ് ഉദ്ദേശിച്ച് ചെല്ലിയാൽ കൂലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് സക്കരിയ സുലാഹി പറഞ്ഞു. ഞാൻ തന്നെ കേട്ടിട്ടില്ല. മദഹ് ഉദ്ദേശിച്ച് ചൊല്ലിയാൽ കേൾപ്പിക്കാം. മദഹ് ഉദ്ദേശിച്ച് ചെല്ലിയാൽ കൂലി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു എന്ന് സുലാഹി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളവാണ്. പക്ഷെ സ്വലാഹിയ പറഞ്ഞ ഞാനിതിനെ കേട്ടിട്ടില്ല. അത് കേൾക്കുമ്പോ ഞാൻ അത് വിശ്വസിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ല, അത്രേ ഉള്ളൂ. അതിലിപ്പോ എന്താ പ്രശ്നം? ആയിക്കോട്ടെ, തപ്പിക്കോളി. ഒരു മിനിറ്റ്, തൊപ്പണ്ട തപ്പാനൊന്നുമില്ല, ഒരു മിനിറ്റ് എന്നാ കേൾപ്പിച്ചോളി. ഇവിടെ തപ്പാലേ കേൾപ്പിച്ചോളി. ഇത് കേൾപ്പിക്കും. ഒരു മിനിറ്റ്, ചോദ്യം ചോദിക്കാൻ നിങ്ങൾ മറുപടി നോക്കിക്കോളാം. അല്ല അത് പറ്റില്ല, പിന്നെ മറുപടി കേൾക്കൂല. മറുപടി ചോദ്യം മാത്രം മതി, മറുപടി വേണ്ട. അപ്പൊ മദഹ് ഉദ്ദേശിച്ച് ചൊല്ലിയാൽ കൂലി കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് സ്വലാഹി പറഞ്ഞ് കേൾപ്പിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പറയും സ്വലാഹിയ പറഞ്ഞ കളവാണ്. അല്ലെങ്കിൽ പറയും സുനീർ പറഞ്ഞാണ് കളവ് എന്ന് പറയും. അടുത്താക്ക് വേണ്ടി ചോദിക്കട്ടെ ആ സമയത്ത്.
ആൾ കൊടുത്താളി അത് പോകുന്നില്ല, ഉച്ചയ്ക്ക് വരെ പോകുള്ളൂ. പോയാൽ ചോദിക്കും. ആര് പറഞ്ഞു? നിങ്ങളെ പറ്റിയാണ് ഈ പറയണത്. ഞാൻ മുമ്പ് കുറെ നിങ്ങളെ പറ്റിയാണ്. അത് എളുപ്പമുണ്ട്. നിങ്ങളെന്തിന് ബേജാറാണ്? നിങ്ങളെന്തിന് ബേജാറാണ്? സുജീറ, ഇതൊക്കെ നമ്മള് പണ്ട് അപ്പുറത്ത് പോയി ചെയ്ത പണിയല്ലേ, ഇതൊക്കെ ഇവിടെ വേണോ? അത് കിട്ടൂല. പോ, ജിന്ന് കഴിക്കണം. ചിലപ്പോ അതിൻ്റെ ഉള്ളിലേ ജിന്ന് കഴിക്കുന്നുണ്ടാവും. പിന്നെ സൂറത്ത് അന്നാമിലെ 128-ാം സൂക്തം ഉദ്ധരിച്ചുകൊണ്ട് താങ്കൾ പറഞ്ഞു അത് വസീലത്തു ശിർക്ക് ആണ്, ജിന്നുകളുടെ സഹായത്തേട്ടത്തിന് തെളിവാണ് എന്ന്. രണ്ടിനും ആയിക്കോട്ടെ, രണ്ടിനും വിടില്ല. എന്നാൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാം നവവി, അതുപോലുള്ള ധാരാളം മദ്ഹബിന്റെ ഇമാമിയങ്ങളും മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും തൗഹീദി പ്രസ്ഥാനത്തിന്റെ അനിഷേധ്യ നേതാക്കളും അമൽ ചെയ്യുകയും അമൽ ചെയ്യാൻ പറയുകയും ചെയ്ത ഒരു കാര്യം എന്ന് സക്കരിയ സ്വലാഹി എഴുതുന്നു. ഏതായാലും ആകട്ടെ, അവർ ചെയ്തിരുന്നു എന്നുള്ള ഉറപ്പാണല്ലോ. അപ്പൊ ഈ വസീലത്ത് ശിർക്കാണ് എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുമ്പോ പിന്നെ എങ്ങനെയാണ് അവർ ഹദീസ് ഉണ്ടാകും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് ചെയ്യുക? അപ്പൊ ആയത്തിന് വിരുദ്ധമായ ഒരു ഹദീസ് ഉണ്ടാകും എന്ന് അവർ മനസ്സിലാക്കിയെന്നാണോ? നല്ല ചോദ്യം. ഒരിക്കലും ആയത്തിനെതിരല്ല ആ ഹദീസ്. അതുകൊണ്ട് ഇമാം അഹ്മദോ നബവി ഇമാമോ അല്ലാത്തവരോ ശിർക്കും ചെയ്തിട്ടില്ല, വസിയത്തു ശിർക്കും ചെയ്തിട്ടില്ല. ഈ വിഷയത്തിൽ ശിർക്കും ചെയ്തിട്ടില്ല, വസിയത്തു ശിർക്കും ചെയ്തിട്ടില്ല. അവർ ചെയ്തത് ഇസ്തിആനത്തുൻ ബിൽ ജിന്നല്ല. ഓള് ജിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, ജിന്നെ സഹായിക്കണേ തേടിയിട്ടില്ല, ആ വിഷയം ഉണ്ടായിട്ടില്ല. പോക്കതൊക്കെ കേൾക്കണം കേട്ടോ. അവര് ജിന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോഴാണ് ഒരു വസിയത്തു ശിർക്ക് ചെയ്തോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. അവർ ചെയ്തെന്താണ്? ഹദീസിൽ കണ്ട ഒരു പദപ്രയോഗം, ആ പദം ഒരു പ്രയോഗിച്ചു എന്ന് മാത്രം. ഹദീസിൽ വന്നു ദഈഫാണ്, ദുർബലമാണ്. ആ ഹദീസിന്റെ ദുർബലത ബോധ്യപ്പെടാത്തതിനാൽ സ്വഹീഹാണ് എന്ന ധാരണയിൽ ഹദീസിൽ വന്ന പദപ്രയോഗം യാ ഇബാദല്ലാഹ് അഈനൂനി എന്നൊരു പദപ്രയോഗം അവിടെ നടത്തിയെന്ന് മാത്രം. അല്ല ആ ഹദീസിൽ തൊട്ടോ ഓരാൾ ജിന്നെ സഹായിക്കണേ എന്ന് തേടിയിട്ടില്ല. അങ്ങനെ തേടിയിരുന്നുവെങ്കിലാണ് അവർ വസിയത്ത് ശിർക്ക് ചെയ്തോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത്. ആയത്തിന് പറഞ്ഞത് യാ ഇബാദയെ പറ്റിയല്ല. അതുകൊണ്ട് ഈ ആയത്തും ഹദീസും എതിരാകുന്ന പ്രശ്നവുമില്ല. ആയത്തിൽ വന്നത് എന്താണ്? ഇസ്തിംതാ ആണ്. അതിന്റെ ഭാഗമാണ് ഇസ്തിആനത്ത്, ഇസ്തിആദ, ഇസ്തിഗാസ, ദുആ, ഇബാദത്ത്, നേർച്ച അടക്കമുള്ള ഇസ്തിംതാഉകളാണ് ആയത്തിൽ പറഞ്ഞത്. ഹദീസിലോ ജിന്നിനെ വിളിച്ചോളി എന്നല്ല പറഞ്ഞത്, മലക്കിനെ വിളിച്ചോളി എന്നല്ല പറഞ്ഞത്. നേരെ മറിച്ച് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അത് സ്വഹീഹാണെങ്കിൽ ആ വാക്ക് അങ്ങനെ ഉപയോഗിക്കാം എന്നല്ലാതെ അത് വെച്ച് അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല. അത് വെച്ചിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റുകയുമില്ല. അതിൽ എന്താണോ പറഞ്ഞത് അത് ചെയ്യാം. ഇമാം അഹ്മദ് അതേ ചെയ്തിട്ടുള്ളൂ, ഇമാം നവവി അതേ ചെയ്തിട്ടുള്ളൂ. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അത് കിട്ടിയപ്പോ ഇബ്നു മുബാറക് പറഞ്ഞു സനദ് എനിക്ക് കാണണം. സനദ് കണ്ടപ്പോ പറഞ്ഞു ഈ സനദ് സ്ഥിരപ്പെട്ടതല്ല, അതുകൊണ്ട് ചെയ്യാവതല്ല. അതുകൊണ്ട് തന്നെ ആയത്തും ഹദീസും എതിരല്ല. വസിയത്തു ശിർക്ക് എന്ന പ്രശ്നം യാ ഇബാദയിൽ വരുന്നില്ല. അവിടെ ശിർക്കുമില്ല, വസിയത്തു ശിർക്കുമില്ല. എന്നാൽ ഇസ്തിആനത്തുൽ ബിൽ ജിന്നിലാണ് ഇത് രണ്ടും പറഞ്ഞത്. അതുകൊണ്ട് ഇത് അതിലെ കൊണ്ടുപോയിട്ട് പ്രവചീകരിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരുപാട് ക്ലിപ്പ് ബഹുമാന്യനായ ഫൈസൽ മുസ്ലിയാർ ഇവിടെ അവതരിപ്പിച്ചു. പക്ഷെ എന്റെ ഒരു കൊച്ചു ചോദ്യത്തിന് അതിന്റെ ആ ക്ലിപ്പും കൂടെ ഒന്ന് അവതരിപ്പിച്ചൂടെ? സൂറത്തുൽ അൻആമുമായി ബന്ധപ്പെട്ട് കോഴിച്ചനെ ഓതിയ ആ ആയത്തും അതിന്റെ മുമ്പ് ധാരാളം എന്ന് പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണെന്നുള്ളതും ഒന്ന് അവതരിച്ചാൽ വളരെ നന്നായിരുന്നു. താങ്കളോട് വിനയ പുരസ്കാരം. ആ വിനയം നിങ്ങൾ നേരത്തെ ഏറ്റതാണല്ലോ കൊണ്ടുവരാന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ മറിക്കല്ലേ. അപ്പൊ നിങ്ങളൊരു പൊള്ളു പറയാ, ഇപ്പൊ നിങ്ങൾക്ക് തോന്നി ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നിങ്ങൾ തന്നെ കേൾപ്പിക്കണം. അല്ലെങ്കിൽ നാട്ടിൽ മനസ്സിലാക്കും നിങ്ങൾ ഇങ്ങനെ തന്നെ എല്ലാ ഏർപ്പാടും ഉള്ളത്. അതുകൊണ്ട് അത് നിങ്ങൾ കേൾപ്പിക്കാനേ വേണം. ഞാൻ തീർത്തു പറയുന്നു, നിങ്ങൾ എന്റെ പേര് കളവ് പറഞ്ഞതാണ്. ഇപ്പൊ സുനിയുടെ തപ്പുണ്ട്, നമുക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട്. അത് കിട്ടിയ ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾക്കാം.
അടുത്തത് ചോദിച്ചു. അസ്സലാമു അലൈക്കും. സാധാരണ നമ്മൾ മുജാഹിദുകള് നമ്മളെ മുജാഹിദുകള് സാധാരണ വിശുദ്ധ ഖുർആന്റെ ആയത്തും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് പറയാറുള്ളതാണ്, വൈബ് അള്ളാഹു അല്ലാത്ത ആരും കാണുകയില്ല കേൾക്കുകയില്ല എന്നുള്ളത്. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ചില ആളുകൾ വൈബ് അള്ളാഹു അല്ലാത്തവരും അറിയുമെന്നുള്ള തലത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുള്ളൂ. അത് ആരാണ് അങ്ങനെ അത്തരത്തിലുള്ള അഭിപ്രായത്തിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നാകുമായിരുന്നു. ഇതിനുത്തരം പറയട്ടെ. വൈബ് അള്ളാഹുല്ലാത്തവർ അറിയുമെന്ന് പറയുന്നിടത്തേക്ക് എത്തി എന്ന് നേരത്തെ വിഷയാവതരണത്തിൽ ഫദ്ലുൽ മരി സൂചിപ്പിച്ചു. അത് ആരാണ് പറഞ്ഞത് എന്നാണ്. പുളിക്കൽ ഖണ്ഡനം നടക്കുമ്പോൾ അബ്ദുനാസസുല്ലമയും ഞാനും തമ്മിൽ ഒരു 5 or 6 തവണ അവിടെ ഖണ്ഡന പ്രഭാഷണങ്ങൾ നടന്നു പുളിക്കലിൽ വെച്ച്. ആ ഖണ്ഡനത്തിലാണ് അബ്ദുനാസസുല്ലമി പറഞ്ഞത്, ശൈത്താന് മനസ്സിലുള്ളത് അറിയും, മനസ്സിലുള്ളത് ശൈത്താൻ അറിയും എന്ന് മാത്രമല്ല, ശൈത്താൻ ദുആക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യും എന്നുകൂടി പറഞ്ഞു. ദുആ കേൾക്കും, ദുആക്ക് ഉത്തരം ചെയ്യും, മനസ്സിലുള്ളത് പിശാച് അറിയുകയും ചെയ്യും എന്നാണ് അവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പുളിക്കൽ ഖണ്ഡനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിനുശേഷം ഒരുപാട് വേദികളിൽ അദ്ദേഹം അത് ആവർത്തിച്ചിട്ടുമുണ്ട്. ഇന്നുവരെ അത് തെറ്റാണ് എന്ന് തിരുത്താൻ അദ്ദേഹം ഒട്ട് തയ്യാറായിട്ടുമില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. അപ്പൊ ഇവർക്കൊന്നും യഥാർത്ഥത്തിൽ വിഷയം തൗഹീദൊന്നും അല്ല. തൗഹീദ് 2012 എന്ന് പറഞ്ഞ് നമ്മള് മറ്റെന്തായി ഇപ്പൊ വിസ്ഡം തൗഹീദായി അല്ലേ? വിസ്ഡം തൗഹീദ് കഷ്ടം തൗഹീദാകാൻ പോവുകയാണ്. കാരണം ഫൈസൽ മുസ്ലിയാർ തൗബ ചെയ്യേണ്ടി വരും. അനസ് മുസ്ലിയാർ തൗബ ചെയ്തു. ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഗവൺമെന്റിന്റെ ആളുകളെ ജാമ്യയിൽ പോയിട്ട് ആളുകളെ മുമ്പിലെത്തി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതെന്നൊക്കെ പറഞ്ഞ ആണുങ്ങളെ പോലെ മൂപ്പരവാദത്ത് പറഞ്ഞാൽ ഞാൻ തെറ്റു തിരിച്ചുപോയി തൗഹീദിലേക്ക് എന്നാ മൂപ്പര് പറയണത്. എന്നാ ഇയാളങ്ങനെ തൗബ ചെയ്യണ്ടേ? ഇയാൾ തൗബ ചെയ്യട്ടെ, ഒരു തൗബ സംഗമം തന്നെ നടത്തട്ടെ, ലജ്ജന കൂടിയിട്ട്. മുമ്പ് പറഞ്ഞു അതിന്റെ വരികളിൽ ശിർക്കില്ല. മാത്രല്ല മധുദ്ദേശിച്ചിട്ടില്ല, കൂലി കിട്ടും എന്ന് വരെ പറഞ്ഞു. മനസ്സ് തിരിച്ചത് KJ പറഞ്ഞിട്ടാണ്. ഇയാൾ ആര് പറഞ്ഞിട്ടായിരിക്കും? ശരി, അപ്പൊ ഞാനത് പറഞ്ഞിട്ടില്ല, അത് എന്റെ പേരിൽ കളവാണ്. എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു CD-യിലോ ഒരു പ്രസംഗത്തിലോ കിട്ടൂല, എവിടെയും അത് പറഞ്ഞിട്ടില്ല. തീർത്തു പറയുന്നു, അങ്ങനെ വരികളിൽ ശിർക്കില്ല, അല്ല അത് ഉദ്ദേശിച്ചില്ല കൂലി കിട്ടും എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അത് വ്യക്തമാണ്. ശരി, അപ്പൊ ഏതായാലും ഞങ്ങൾ പറഞ്ഞല്ല, പിന്നെ വരികളിൽ ശിർക്കില്ല എന്ന് ആദ്യം നിങ്ങൾ പറഞ്ഞു, അത് തിരുത്തി എന്നുള്ളതും നിങ്ങളിപ്പോ ഇവിടെ സമ്മതിക്കുന്നുണ്ട്. അല്ല, വരികളിൽ ശിർക്കില്ല എന്ന് പറഞ്ഞത് ആ പറഞ്ഞ സന്ദർഭം ആ നിലക്ക് അത് പലരും വിശദീകരിച്ചിട്ടുണ്ട്. വരികളിലല്ല ശിർക്ക്, അതിന്റെ ഉദ്ദേശമാണ്. അപ്പൊ വരികളിൽ നമ്മുടെ നാട്ടിൽ അതല്ലാത്ത ഉദ്ദേശം അതിനില്ല. കാരണം ഒരു വരിയെ ഒരാൾക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം, ഒരു വരിയ വേണമെങ്കിൽ എങ്ങനെയും വിശദീകരിക്കാം. അതിന്റെ ഉദ്ദേശം അതല്ല, ഉദ്ദേശം ഇതാണ് എന്നൊരാൾക്ക് പറയാം. അപ്പൊ ഉദ്ദേശപ്രകാരമായിരിക്കും അത് ഏതും അങ്ങനെ തന്നെയാണ്, ഏതും അങ്ങനെ തന്നെയാണ്. ഒരാൾക്ക് ഉദ്ദേശം എങ്ങനെയും പറയാം. അത് പണ്ട് നമ്മോട് ഖുറാഫികൾ ചോദിക്കലുണ്ട്, എന്റെ ഉമ്മ നിങ്ങൾ വിളിക്കലില്ലേ വീഴാൻ പോകുമ്പോ അത് ശിർക്കാണോ? നമ്മളെന്താ പറഞ്ഞത്? അവിടെ ഉമ്മ ബോഡിന്ന് സഹായിക്കുന്നോ, ഉമ്മ ഭൗതികമായി കേൾക്കുന്നോ കാണുന്ന വിശ്വാസമില്ല, അത് കേവലം വിളിയാണ് എന്ന് പറയാറുണ്ട്. അതന്നെ ഈ വിശ്വാസത്തിലാണെങ്കിലോ ശിർക്കാണ് താനും. അപ്പൊ വരിയിൽ നിന്നല്ല, എന്നാൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരെ സംബന്ധിച്ച് അത് വ്യക്തമായി നബി കാണുമെന്നും കേൾക്കുമെന്നും അറിയുമെന്നും സഹായിക്കുമെന്നും വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ചെല്ലുന്നത്. അതുകൊണ്ട് പിന്നെ ആ വരി ശിർക്കുണ്ടോ ഇല്ല എന്ന ചോദ്യത്തിൽ തന്നെ, ആ ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്നാണ് വിശദീകരിച്ചത്. അതിൽ തകരാറില്ല. ശരി, 4 ചോദ്യമായി. ഇനി വേണേ ഒന്നും ചോദിച്ചോളൂ. ഏതായാലും ഇവിടെ ഷിർക്കിന്റെ വിഷയം നമ്മളെ ബഹുമാനായ പറപ്പൂര് പറഞ്ഞു അങ്ങനെ ഒരു വാദമില്ല. എന്നാൽ സക്കരിയ സ്വലാഹി പുഴയിൽ വിഷയത്തിൽ പറഞ്ഞ ഒരു വ്യാഖ്യാനം, ആ പുഴ എടുത്തിടാൻ പറഞ്ഞാണ് ബേജാറാക്കണ്ട, പുഴ തൂർത്താണ്ടിന്ന് ഫൈസൽ മുസ്ലിയാർ പറയണ്ട, അത് തൂർക്കാൻ ഏതായാലും നടക്കൂല. അപ്പോ പുഴയുടെ ന്യായീകരണമായിക്കൊണ്ട് അദ്ദേഹം തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ന്യായീകരിച്ചൊരു ഭാഗമുണ്ട്. അദ്ദേഹം പറഞ്ഞത് പുഴയിൽ വെച്ച് വിളിക്കുന്നത് ഷിർക്കാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് ചോദിക്കും ആ ചോദിച്ച ആള്,
വിജനപ്രദേശത്ത് വിളിച്ചാലും ഷിർക്കാന്ന് പറയുന്ന ഷിർക്കാവൂലേ? പിന്നെ പൊയ്യിലൊരു നിയമം വിജനപ്രദേശത്ത് വേറൊരു നിയമമാണോ എന്ന് ചോദിച്ചാൽ എന്നോട് ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഇനി എവിടെ വെച്ച് വിളിച്ചാലാണ് ഷിർക്കാവുക? പൊയ്യിൽ വെച്ച് വിളിച്ചാൽ വിമാനം പൊട്ടി വികരുമ്പോഴും ഷിർക്കാവൂലല്ലോ. എവിടെ വെച്ച് വിളിച്ചാലാണ് ഷിർക്കാവുക? സക്കരിയ സലാഹിയുടെ വാദപ്രകാരം. നിങ്ങൾ അതുകൊണ്ടാണോ സക്കരിയ സലാഹി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറുന്നത്? അതല്ല, ആ വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. അസ്സലാമു അലൈക്കും. രണ്ടാമത്തെ ഭാഗം അദ്ദേഹത്തോട് ചോദിക്കേണ്ടതാണ്. ഒന്നാമത്തെ ഭാഗം ഞാൻ പറയാം. എവിടെ വെച്ച് വിളിച്ചാലും ശിർക്കായ വിളി ശിർക്ക് തന്നെയാണ്. ശിർക്കായ വിളി എവിടെ വെച്ചാണെങ്കിലും ശിർക്കാണ്. അത് എടരിക്കൂട്ടനായാലും വേണ്ടില്ല, പൂക്കിപ്പറമ്പിനായാലും വേണ്ടില്ല, പൊഴയിനായാലും വേണ്ടില്ല, കരയിനായാലും വേണ്ടില്ല, എവിടെ നിന്നാണെങ്കിലും ശരി ശിർക്കായ ഒരു വിളി. അതേതാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. റബ്ബേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു. ആ സഹായാർത്ഥന എവിടെ വെച്ച് സുനീർ പോക്കലൊക്കെ നാളെ പഠിപ്പിക്കുന്നത് കേക്ക്. ആ സഹായാർത്ഥന ആര് എവിടെ വെച്ച് ആരോട് നിർവഹിച്ചാലും അത് ശിർക്ക് തന്നെയാണ്. അത് പുഴ, കടല്, കര എന്ന വ്യത്യാസമില്ല. എവിടെയാണെങ്കിലും ശിർക്കാണ്. അതേസമയം ഈ പറഞ്ഞ ഇയ്യാക നസ്തഈൻ എന്ന വകുപ്പിലല്ലേ എങ്കിൽ അത് ആൾക്കനുസരിച്ച്, സന്ദർഭം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് മാറും. മനുഷ്യന്മാർ തമ്മിലാണോ ജായിസാണ്, ഹലാലായ കാര്യത്തിലാണെങ്കിൽ. ഹറാമായ കാര്യത്തിലാണെങ്കിലോ മനുഷ്യന്മാരോടാണെങ്കിലും ഹറാമാണ്. ജിന്നാവുമ്പോഴോ എല്ലാ കാര്യത്തിലും ഹറാമാണ്, ഹറാമല്ലാത്ത ഒന്നും ഇല്ല തന്നെ. എന്നാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന സഹായാർത്ഥനയാണോ എങ്കിൽ ഏത് ജിന്നാവട്ടെ, ഏത് ഇൻസാവട്ടെ, ഏത് സൃഷ്ടിയാവട്ടെ, ആരോടാവട്ടെ, എവിടെ വെച്ചാകട്ടെ അത് ശിർക്ക് തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. അതാണ് പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയത്. അതിനെയാണ് പ്രമാണങ്ങൾ ശിർക്കായ സഹായാർത്ഥനയായി, ദുആന്റെ പരിധി വരുന്ന സഹായാർത്ഥനയായി പരിചയപ്പെടുത്തിയത്. അത് റബ്ബല്ലാത്ത ഒരാളോടും പാടില്ല. അല്ലാത്തതാണെങ്കിലോ ജിന്നുകോട് ഒരിക്കലും പാടില്ല. അത് ഏത് സഹായാർത്ഥന എന്നുള്ളതല്ല, ഒരു ബന്ധവും പാടില്ല. സഹായം തേടണമെന്നില്ല, ഒരു ബന്ധവും എവിടെയും പാടില്ല. അതിനർത്ഥം ജിന്നുകളെ കഴിവില്ല എന്നോ ജിന്നുകൾ മനുഷ്യജീവിതത്തിൽ ഇടപെടുകയില്ല എന്നൊന്നുമല്ല. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അവരുടെ കഴിവുകളുണ്ട്, അവർക്ക് റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത ഒരുപാട് അവരുടേതായ ലോകത്ത് അവർ ചെയ്യുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതിൽപ്പെട്ടതാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കലും, മനുഷ്യനെ ഉപദ്രവിക്കലും, വസ്വാസം ഉണ്ടാക്കലും, പ്രയാസം ഉണ്ടാക്കലും, സിഹ്ർ ചെയ്യുന്ന സാഹിറിനെ സഹായിക്കലും ഒക്കെ അതിന്റെ ഭാഗമാണ്. അത് ഞങ്ങളാരെങ്കിലും പറഞ്ഞ പുതിയ വാദമല്ല. അത് പണ്ട് വളരെ വിശദമായി ഏറ്റവും അധികം അത് വിശദീകരിച്ചത് ഡോക്ടർ ഉസ്മാൻ സാഹിബാണ്. അതേപോലെ പിന്നെ മുഹമ്മദ് അമാനി മൗലവി ഖുർആൻ പരിഭാഷയിലാണ്. അതാണല്ലോ ഇത്രയും കാലം ഒന്നിച്ച് നിന്നപ്പോൾ അനസ് മുസ്ലിയാർ അടക്കമുള്ളവർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകം വരെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നാടിനെ പ്രസംഗിച്ച രംഗം ഞങ്ങളൊക്കെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് മറക്കാതിരിക്കാൻ വേണ്ടി അതൊന്ന് കേൾക്കുന്നത് നല്ലതായിരിക്കും എന്നതുകൊണ്ട് ഞാൻ അതുകൂടി കേൾപ്പിക്കാം. അനസ് മുസ്ലിയാർ അന്ന് പറഞ്ഞ പ്രസംഗമുണ്ട്, ഇന്ന് മുപ്പത് പറയാൻ ധൈര്യം ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ആ പ്രസംഗം കേൾക്കുക. അത് ഞങ്ങൾ ഇപ്പോഴും പ്രസംഗിക്കുന്നു. അദ്ദേഹം തൗബ ചെയ്ത് പോയെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച അതിന് വിഷയത്തിൽ തൗബ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എന്നതുകൊണ്ട് കൂടി ഞങ്ങൾക്കത് ഇപ്പോഴും പറയാൻ കഴിയും. അദ്ദേഹത്തിന് ഇന്നത് പറയാൻ ധൈര്യമില്ല എന്ന് മാത്രം. നേരെ അത് ഇപ്പൊ പറയുന്ന ആളുകളെ അവർ വന്ന് പരിഹസിക്കുന്നു എന്നേ ഉള്ളൂ. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. ഡോക്ടർ ഉസ്മാൻ സാഹിബ് സൽസബീലിൽ ആ ലേഖനം എഴുതി പൂർത്തിയാക്കി. ആ ലേഖനം മഹാനായ ഉമർ മൗലവി വായിച്ചു നോക്കി. ഏത് ലേഖനം? ജിന്ന്, മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കരീൻ ജിന്ന് മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിൽ കയറി മരിച്ചുപോയ മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ആ ലേഖനം ഒരു മനുഷ്യനിൽ നിന്ന് അയാളുടെ കരീൻ, അയാളുടെ അറിവുമായി മറ്റൊരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറുമെന്ന് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എഴുതിയ ലേഖനം, സൽസബീൽ എഴുതിയ ലേഖനം മഹാനായ ഉമർ മൗലവി സാഹിബ് വായിച്ചു നോക്കി. തൗഹീദിന്റെ വിളനിലമായ, തൗഹീദിന് വേണ്ടി വാദിച്ച, തൗഹീദിന് വേണ്ടി ഒറ്റയാനായി പ്രവർത്തിച്ച മഹാനായ ഉമർ മൗലവി ഈ ജിന്ന് ശൈത്താൻ എന്ന് പറയുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ലേഖനം വായിച്ചു തീർന്നപ്പോ ഇതാ മഹാനായ ഉമർ മൗലവി അത് വായിച്ചിട്ട് ഇതാ അതിനെക്കുറിച്ചുള്ള ആവേശം, ആ ലേഖനത്തിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള ഐക്യദാർഢ്യം ഉമർ മൗലവി ഒരു വരയിട്ടുകൊണ്ട് അതിന്റെ ചുവടെ എഴുതി ചേർത്തു. എന്താണ് എഴുതി ചേർത്തത്? ഡോക്ടർ ഉസ്മാൻ, നീ തൗഹീദിൽ നിന്ന് പിഴച്ചുപോയി. നിനക്ക് മുജാഹിദാകാൻ കഴിഞ്ഞിട്ടില്ല, നിനക്ക് തൗഹീദ് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ഇതാ തൗഹീദിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, നീ മറുകണ്ഠം ചാടിയിരിക്കുന്നു ഉസ്മാനെ എന്നല്ല ഉമർ മൗലവി ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് പറയുന്നത്. നേരെ മറിച്ച് ഉമർ മൗലവി ആ ലേഖനത്തിന്റെ അടിയിൽ ഒരു വരയിട്ടിട്ട് എഴുതി വെക്കുകയാണ്, ലില്ലാഹി ദർറുക യാ ഉസ്മാൻ,
ലില്ലാഹി ദർറുക യാ ഉസ്മാൻ. മഹാനായ ഉസ്മാൻ സാഹിബ്, ഡോക്ടർ ഉസ്മാൻ സാഹിബ്, ആ ഡോക്ടർ ഉസ്മാൻ സാഹിബിനോട് ഉമർ മൗലവി ആശയപരമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. എന്നിട്ട് ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു, പിശാചില്ലെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് അതിയായ സഹതാപം. ഒരു അറബി കവി പാടിയത് രസാവഹമായിട്ടുണ്ട്. ഞാൻ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായിരുന്നു, എനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു, അങ്ങനെ ഇബ്ലീസിന്റെ പട്ടാളത്തിൽ അംഗമായി എന്ന് പണ്ട് ഒരു കവി പാടിയിട്ടുണ്ട് എന്നുകൂടി ഉമർ മൗലവി അതിന്റെ ചുവട്ടിൽ എഴുതി വെച്ചു. ഇതെന്ന് പറഞ്ഞാൽ, ഇതെന്ന് വിശദീകരിച്ചാൽ ചില ആളുകൾ പറയാണ് ജിന്ന് സേവയുടെ ആളുകൾ, മുജാഹിദ് പ്രസ്ഥാനം, ജിന്ന് സേവയുടെ ആളുകളോ ശൈത്താൻ സേവയുടെ ആളുകളോ നാട് നീളെ കാസറ്റ് പ്രചരിപ്പിക്കുന്നു. എന്തെല്ലാം ആരോപണങ്ങളാ! എന്തേ മുജാഹിദ് പ്രസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ഭിന്നിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്ര വ്യക്തമായി എന്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമാണോ? ഒരു പുതിയ വിഷയമാണോ? ഞാനിതിൽ ഒരു പാരഗ്രാഫ് മാത്രം വായിക്കാം. നിങ്ങൾ നോക്കൂ, പരകായ പ്രവേശം എന്നൊന്നുണ്ട്. എന്താണ് ഈ പരകായ പ്രവേശം? പ്രസിദ്ധനായ ഒരു അദ്വൈത ഋഷിയുടെ ആത്മാവ് ദേഹത്തിൽ നിന്ന് തൽക്കാലം വിട്ടുപോയി ലൈംഗിക വിഷയത്തിൽ ജ്ഞാനം നേടാൻ വേണ്ടി ലൈംഗികാസക്തനായ ഒരു രാജാവിന്റെ ദേഹത്തിൽ പ്രവേശിച്ച് ലൈംഗിക പരിജ്ഞാനം നേടി മടങ്ങി സ്വന്തം ദേഹത്തിൽ തന്നെ വന്നു ചേർന്നുവെന്നൊരു ഐതിഹ്യമുണ്ട്. അതുപോലെ പ്രസിദ്ധ സന്യാസിയുടെ ആത്മാവ് മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ മറ്റൊരു സന്യാസിയിലേക്ക് പകർന്ന ചരിത്രവും അദ്വൈത സാഹിത്യങ്ങളിൽ കാണാം. ഇതെല്ലാം സംഭവ്യമാണോ? ഇതൊക്കെ സംഭവിക്കുമോ? ഒരാള് മറ്റൊരാളിലേക്ക് കയറുക, അയാളിൽ നിന്ന് അത് മറ്റൊരാളിലേക്ക് കയറുക, ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇന്ന് ചില ആളുകൾ അതേ നവാഗതമായി ഇസ്ലാമിലേക്ക് പുത്തൻവാദവുമായി കടന്നു വന്നവര്, ഇസ്ലാമിക ആദർശത്തെ അപഹരിച്ചവര്, മുജാഹിദ് ആദർശത്തെ തകർത്തവരെന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തെ ആക്ഷേപിക്കുന്നത് പോലെ ഒരിക്കലും ഡോക്ടർ ഉസ്മാൻ സാഹിബ് ആക്ഷേപിക്കല്ല. നേരെ മറിച്ച് ഇതൊക്കെ സംഭവ്യമാണോ എന്ന ചോദ്യത്തിന് ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ മറുപടി സംഭവ്യമാണ്. പക്ഷേ അത് ആത്മാവിന്റെ സഞ്ചാര കളികളൊന്നുമല്ല. കൂട്ടുകാരനായ പിശാച് കരീനാണ് ഇങ്ങനെ പരകായ പ്രവേശം നടത്തുന്നു എന്ന് മാത്രം. ഇതൊരു എക്സാമ്പിൾ ഞാൻ വായിച്ചതാണ്. കണ്ടോ, ഒരു എക്സാമ്പിൾ മാത്രം. അപ്പൊ കണ്ടോ, വ്യക്തമായ ഉമർ മൗലവിയും KNM കഴിഞ്ഞകാല പ്രസിഡന്റായിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബും റഹിമഹുമുല്ലാ അവർ അന്ന് എഴുതി വെച്ചത് ഹർഫം ബിഹർഫം. ഞങ്ങൾക്ക് ഇപ്പോഴും അതിങ്ങനെ വായിച്ച് പ്രസംഗിക്കാൻ കഴിയും. അനസ്മുസ്ലിയാക്ക് ഇപ്പൊ കഴിയോ അങ്ങനെ പ്രസംഗിക്കാൻ? അതാണ് വ്യത്യാസം വന്നത്. അതിന് ഇടവണ്ണപ്പോൾ തൗബ ചെയ്തോണ്ട് കാര്യമില്ല. തിരുവനന്തപുരത്ത് ടൗൺ ഹാളിൽ വെച്ച് അനസ് മുസ്ലിയാരും ഞാനും അടക്കം പങ്കെടുത്തുകൊണ്ട് മുഖാമുഖമുണ്ടായി. അവിടെ മൂസ മുസ്ലിയാർ വന്നു. ഹദീസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചു. കൃത്യമായി അനസ് മൗലവി 2011 അതിന് മറുപടി പറഞ്ഞു. 2012 പിന്നെ മൂപ്പര് തൗബ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ചോദിച്ചു, അതേ ടൗൺ ഹാളിൽ വീണ്ടും പോയി മുഖാമുഖം നടത്തിയാൽ അതേ മൂസ മുസ്ലിയാർ അതേ ചോദ്യവുമായി വന്നാൽ അതേ മറുപടി പറയാൻ അനസ് മുസ്ലിയാർക്കാകുമോ? അതുണ്ടായിട്ടില്ല. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ആ ടൗൺ ഹാളിൽ ഞങ്ങൾ വീണ്ടും മുഖാമുഖം വെച്ചു. ആ മൂസ മുസ്ലിയാരിലെങ്കിലും മറ്റൊരു മൂസ മുസ്ലിയാർ അവിടെ വന്നു. ഇതേ ചോദ്യങ്ങൾ വന്നു, അതേ മറുപടികൾ ഇതാ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, അതേ ഇപ്പോഴും പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ക്ലിപ്പ് അടുക്കിട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു പോന്നു. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടെയാണ് ഇവിടെ വഴിമാറ്റം സംഭവിച്ചത്. യഥാർത്ഥം സംഭവിച്ചത് എന്താ? നെല്ലിക്കുട്ടി ഇസ്മായിൽ മുസ്ലിയാർ അടക്കമുള്ളത് പറഞ്ഞത് എന്താ? റബ്ബല്ലാത്ത അബൗദിക കഴിവുണ്ട്, അമ്പ്യവ്യാക്കന്മാർ അബൗദികമായി സഹായിക്കും, ജിന്നിൽക്കും മലക്കിനും അബൗദിക കഴിവുണ്ട്. അന്ന് നമ്മൾ ഒന്നിച്ചു പറഞ്ഞു, മുസ്ലിയാരെ ഇത് ശിർക്കാണ്. അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത്. അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഖുർആനിലില്ല. അങ്ങനെ ഖുർആനിൽ ഒരായത്തും തെളിയിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഖുർആനിലുള്ളത്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി. വൽ മലായികത്തു ബഅദ ദാലിക ലഹീർ. അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മലക്കുകളുടെ സഹായം ഭൗതികമല്ല, അഭൗതികമാണ്. സാധാരണമല്ല, അസാധാരണമാണ്.
കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ, മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുർആനിൽ ഇല്ല. ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളവാണ്, ആർക്കും തെളിയിക്കാനും സാധ്യമല്ല. അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അന്ന് പിന്നീട് 2002 മടൂർ വിഭാഗം വന്നിട്ട് പറഞ്ഞു, അല്ല, ജിന്നും മലക്ക് അബോധിയാണ്, അതുകൊണ്ട് അവർ സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചതിന് ശിർക്കായി. ജിന്ന് സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ മലക്ക് സഹായിക്കുമെന്നോ ഉപദ്രവിക്കുമെന്നോ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് എഴുതി വെച്ചു. അവിടെയാണ് വിവാദങ്ങൾ തുടങ്ങിയത്. അത് പിന്നീട് ചില ആളുകൾ ഏറ്റെടുത്ത് അവരുമായി കൂട്ടുകൂടി സംബന്ധക്കാരായി മാറി എന്നതിൽ ഞങ്ങളെ പഠിച്ചിട്ട് കാര്യമില്ല. ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയുന്നത്. ഇത് സംശയിക്കണ്ട, ന്യായീകരിക്കാൻ പോകണ്ട. അതുകൊണ്ട്